ഹായ് എവ്രി വൺ, ജിജു ഹിയർ. വെൽക്കം ടു കോമൺ സെൻസ് എക്കണോമിക്സ്. ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മലയാളത്തിലാണ്. കാരണം ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ വീഡിയോ ചെയ്യാൻ. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് GST 2.0 ഡീകോഡഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വരുന്ന സെപ്റ്റംബർ 22 മുതൽ GST നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതിന്റെ പ്രയോജനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് GST, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ GST എന്താണെന്നുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഈ കാര്യങ്ങളാണ്. അതിനുശേഷം മാത്രം നമ്മൾ മറ്റുള്ള മാറ്റങ്ങളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മുകളിൽ ഗവൺമെന്റ് ചുമത്തുന്ന നികുതിയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ GST. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും പല പേരുകളിൽ പല രീതിയിൽ നിലവിലുള്ള ഒരു സംവിധാനമാണ്. ഇത് ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് രണ്ട് രീതിയിലുള്ള ടാക്സ് ആണ് നിലവിലുള്ളത്: ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തിൽ നിന്ന് നേരിട്ട് ഗവൺമെന്റ് കൊടുക്കേണ്ട ടാക്സ് ആണ്. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോഴോ ഒരു സേവനം ഉപയോഗിക്കുമ്പോഴോ ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട നികുതിയാണ്. എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ നികുതി എടുക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ അടുത്ത ഭാഗങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരിക്കും. ഇന്ത്യയിലെ GST നിലവിൽ വന്നിരിക്കുന്നത് 2017 ഈ 2017 മുമ്പ് ഇന്ത്യയുടെ ടാക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഒരുപാട് തരത്തിലുള്ള ടാക്സ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. എക്സൈസ് ഡ്യൂട്ടി, ലക്ഷറി ടാക്സ്, സെയിൽസ് ടാക്സ്, ഒക്ട്രോയ്, ലോക്കൽ ബോഡി ടാക്സ്, ഇങ്ങനെ മൾട്ടിപ്പിൾ ടാക്സ് സ്ട്രക്ചർ ആയിരുന്നു ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതോറിറ്റിക്കാണെങ്കിൽ പോലും ബിസിനസ് സ്ഥാപനങ്ങൾക്കാണെങ്കിൽ പോലും ഇത് വലിയൊരു തലവേദനയായിരുന്നു. അങ്ങനെ ഈ ഒരു സംവിധാനം ഒഴിവാക്കിക്കൊണ്ട് വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. GST നിലവിൽ വരുന്നതിന് മുമ്പ് ടാക്സിന് മുകളിൽ ടാക്സ് വരുന്ന ഒരു ടാക്സ് കാസ്കേഡിംഗ് സിസ്റ്റം ആയിരുന്നു ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത്. ഉദാഹരണമായി, ഒരു മാനുഫാക്ചറർ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അയാൾ അതിന്റെ മുകളിൽ എക്സൈസ് ഡ്യൂട്ടി കൊടുക്കുകയാണെങ്കിൽ ആ എക്സൈസ് ഡ്യൂട്ടി ഒരിക്കലും അയാൾക്ക് തിരിച്ചു കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് സാധനത്തിന്റെ വിലയുടെ ഭാഗമായി മാറുകയാണ്. ഒരു ഹോൾസെയിലർ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഈ മൊത്തം പ്രൈസിന് മുകളിൽ വീണ്ടും വാല്യൂയുടെ ടാക്സ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ റീറ്റെയിലർ ഹോൾസെയിലർ എടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് മൊത്തം അതുവരെ പേ ചെയ്ത ടാക്സിന് മുകളിൽ വീണ്ടും വാല്യൂയുടെ ടാക്സ് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമറിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും സാധനത്തിന്റെ വില വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റത്തിനെ എലിമിനേറ്റ് ചെയ്യാണ് GST ചെയ്യുന്നത്. നമുക്ക് നോക്കാം GST എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടുണ്ടായ ചേഞ്ചസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു ഉദാഹരണത്തിലൂടെ ഇൻഡയറക്ട് ടാക്സ് കളക്ഷനിൽ GST കൊണ്ടുവന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു മാനുഫാക്ചറർ അയാളുടെ പ്രൊഡക്ഷൻ കോസ്റ്റും പ്രോഫിറ്റ് മാർജിനും ഉൾപ്പെടെ 1000 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നു എന്ന് വിചാരിക്കുക. ഈ പ്രോഡക്റ്റ് GSTയുടെ 5% സ്ലാബിൽ വരുന്നതാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഹോൾസെയിലർ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ 1050 രൂപ കൊടുക്കണം. ഈ 50 രൂപ GST മാനുഫാക്ചറർ കളക്ട് ചെയ്ത് ഗവൺമെന്റിന് അടയ്ക്കുന്നു. ഹോൾസെയിലർ ഈ പ്രോഡക്റ്റിന്റെ പ്രൈസായ 1000 രൂപയുടെ മുകളിൽ 200 രൂപയുടെ പ്രോഫിറ്റ് മാർജിൻ കൂട്ടിയിട്ട് റീറ്റെയിലർക്ക് സെല് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റീറ്റെയിലർ ഇത് വാങ്ങിക്കണമെങ്കിൽ അതിന് മുകളിൽ 5% ടാക്സ് കൊടുക്കണം, GST കൊടുക്കണം, അതായത് 60 രൂപ. ഹോൾസെയിലർ ഈ 60 രൂപ കളക്ട് ചെയ്യുന്നു. അതേസമയം ഹോൾസെയിലർ മാനുഫാക്ചർക്ക് 50 രൂപ കൊടുത്തിട്ടുമുണ്ട്. ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് 10 രൂപയാണ്. ഈ 10 രൂപയാണ് ഹോൾസെയിലർ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട GST. അതായത് എന്താണോ വാല്യൂ അഡീഷൻ അതിന് മുകളിൽ മാത്രമാണ് ടാക്സ് കൊടുക്കേണ്ടത്. റീറ്റെയിലർ അയാളുടെ പ്രോഫിറ്റ് മാർജിൻ ആയിട്ടുള്ള 300 രൂപ ഈ പ്രൈസിന് കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റിന്റെ പ്രൈസ് 1500 രൂപയായി. കസ്റ്റമർ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് 1500 രൂപയാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ്. ഇതിന് മുകളിൽ 5% GST കസ്റ്റമർ നൽകണം, അതായത് 75 രൂപ. ഈ 75 രൂപ റീറ്റെയിലർ കളക്ട് ചെയ്യുന്നു. അതേസമയം റീറ്റെയിലർ ഹോൾസെയിലർക്ക് 60 രൂപ കൊടുത്തിട്ടുമുണ്ട്. അതിന്റെ വ്യത്യാസം, ആ ഡിഫറൻസ് 15 രൂപയാണ്. ഈ 15 രൂപയാണ് റീറ്റെയിലർ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട GST. അവിടെയും നമ്മൾ വാല്യൂ അഡീഷന് മുകളിൽ മാത്രമാണ് ടാക്സ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ GST അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഥവാ ITC എന്ന് പറയുന്നത്. GST സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ്. ഒരിക്കൽ പോലും ഒരു ടാക്സിന് മുകളിൽ വീണ്ടും ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ ഇവിടെ വരുന്നില്ല. ഇപ്പോൾ തന്നെ ഗവൺമെന്റ് എത്ര രൂപ ടാക്സ് ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്? മാനുഫാക്ചറുടെ ഭാഗത്തു നിന്ന് 50 രൂപ, ഹോൾസെയിലറുടെ ഭാഗത്തു നിന്ന് 10 രൂപ, റീറ്റെയിലറുടെ ഭാഗത്തു നിന്ന് 15 രൂപ, മൊത്തത്തിൽ 75 രൂപ. ഈ പ്രോഡക്റ്റിന്റെ ഫൈനൽ പ്രൈസ് 1500 രൂപയാണ്. അതിന് മുകളിൽ 5% GST ചാർജ് ചെയ്യുകയാണെങ്കിൽ 75 രൂപയാണ് കിട്ടുന്നത്.
അതേ 75 രൂപ മാത്രമാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. അതും പല പല സ്റ്റേജസ് ആയിട്ടാണ് ഗവൺമെന്റ് ഈ കാശ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇത് സാധ്യമാകുന്നത് ഇലക്ട്രോണിക് ലെഡ്ജർ എന്ന് പറയുന്ന വേറൊരു സംവിധാനത്തിലൂടെയാണ്. ഓരോ ബിസിനസ്സുകാരനും ഒരു ഇലക്ട്രോണിക് ലെഡ്ജർ ഉണ്ടാവും. അവിടെ ആ ബിസിനസ് കളക്ട് ചെയ്ത GSTയും കൊടുത്ത GSTയും വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് മാത്രമാണ് അവർ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. ഇത് വളരെ സുതാര്യമായ പ്രോസസ്സാണ്. ഏത് ബിസിനസ്സുകാരനും എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാവുന്നതാണ്. ഓരോ സാധനങ്ങളും സേവനങ്ങളും അതിന്റെ ഉപയോഗത്തിലുള്ള പ്രത്യേകത അനുസരിച്ചാണ് വിവിധ തരം സ്ലാബുകളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ GSTക്ക് 4 സ്ലാബുകളാണുള്ളത്. 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ് ഈ സ്ലാബുകൾ. സെപ്റ്റംബർ 22 ശേഷം 3 സ്ലാബുകൾ മാത്രമേ നിലവിലുണ്ടാവുകയുള്ളൂ. 5%, 18%, 40% എന്നിങ്ങനെയാണ് ഈ സ്ലാബുകൾ. ഈ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അത് മാത്രവുമല്ല, എന്തൊക്കെയാണ് പുതിയ ചേഞ്ചസ്, ഓരോ സെഗ്മെന്റിലും എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, സാധാരണക്കാരനെ ഇത് എങ്ങനെ ബാധിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് GST എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.